ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. അന്നേരം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡിഷ്, അതായത് നല്ലൊരു ക്യുക്ക് സ്നാക്ക്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കട്ട്ലേറ്റിനെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അന്നേരം റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് പ്ലീസ് സബ്സ്ക്രൈബ് ലിൻസീസ് ലിങ്ക്. അതുപോലെ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അന്നേരം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി തന്നെ കുറച്ച് ബോൺലെസ് പീസസ് ചിക്കനും അതുപോലെ തന്നെ ഒരു 2 പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കാരണം ഇത് വേവിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ഷ്രെഡ് ചെയ്യണം, അതുപോലെ തന്നെ പൊട്ടറ്റോസ് ഒന്ന് മാഷ് ചെയ്തെടുക്കുകയും വേണം. പിന്നെ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. ഓക്കെ, അന്നേരം നമുക്ക് തുടങ്ങാം. അന്നേരം ആദ്യമായിട്ട് ഞാനൊരു പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ടൊന്ന് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കാരണം ഇത്രയും കാര്യങ്ങൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണമൊന്ന് പോകണം. അതുപോലെ തന്നെ നമ്മുടെ സവാളയാണെങ്കിൽ ഒരു ട്രാൻസ്ലൂസൻറ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. കാരണം നല്ല സോഫ്റ്റായിട്ട് സവാളയൊന്ന് കിട്ടണം. അത്രയും നേരം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ചോപ്പ് ചെയ്തിട്ട് ഇട്ടേക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ നമ്മുടെ കട്ട്ലേറ്റിന് കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്തത്. ലേശം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുകയാണ്. ഇപ്പോൾ കണ്ടോ, സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മുളക് പൊടി, ഇവിടെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതും ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തു. പിന്നെ നമ്മൾ ചിക്കൻ്റെ അകത്ത് പൊട്ടറ്റോയിലൊക്കെ ഓൾറെഡി ഞാൻ കുരുമുളക് പൊടി ഇട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ആവശ്യത്തിന് എരിയും കാണും. പിന്നെ ഞാൻ നല്ല അളവിൽ സ്പൈസ്, നമ്മുടെ ഈ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല. കാരണം ഈ ചിക്കൻ കട്ട്ലേറ്റിനകത്ത് ആ മസാലയുടെ ഫ്ലേവർ മുമ്പോട്ട് നിൽക്കാൻ അന്നേരം നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം, മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും ഫ്ലേവർ ഇഷ്ടമുള്ളതിനനുസരിച്ച്. ഓക്കെ, നമ്മുടെ പൊട്ടറ്റോ കണ്ടോ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ഈ പൊട്ടറ്റോസ് എല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തു. നല്ലതുപോലെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്ത് എടുക്കാം. ഈസി അല്ലേ ഇതുണ്ടാക്കാൻ? വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് നമ്മുടെ മസാല നമ്മൾ വഴറ്റി വെച്ചിട്ടില്ലേ, ഇതിലേക്ക് നമ്മൾ, അതുപോലെ ഞാൻ ചിക്കനും ഷ്രെഡ് ചെയ്ത് വെച്ചു. ഇതുപോലെ ഞാനൊന്ന് ചിക്കനൊന്ന് ഷ്രെഡ് ചെയ്ത് വെച്ചു. അത് നമ്മൾ പുഴുങ്ങിയ ചിക്കൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൻ്റെ അകത്തിട്ടൊന്ന് അടിച്ചാലും മതി. ഇതേപോലെ നമുക്ക് കിട്ടും. ഓക്കെ, അന്നേരം ചിക്കൻ ഞാൻ ഷ്രെഡ് ചെയ്ത് ചേർത്തു. അതുപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോ മാഷ് ചെയ്തതും ഇതിലേക്ക് ചേർത്തു. ഇത് നമുക്കിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഷ്ടം പോലെ വെജിറ്റബിൾസ്, കുട്ടികളൊക്കെ കട്ട്ലേറ്റ് ആകുമ്പോൾ അവർ കഴിക്കും. അന്നേരം അവരറിയാതെ തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രീൻ പീസ്, അങ്ങനെ വെജിറ്റബിൾസ് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ന്യൂട്രീഷ്യസ് ബൈറ്റ് കൂടെയാവും നമ്മുടെ ഈ ചിക്കൻ കട്ട്ലേറ്റ്. അന്നേരം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ചിക്കൻ കട്ട്ലേറ്റ്. നിങ്ങൾക്ക് അതായത് ഈ ചിക്കൻ നല്ല ഇതായതുകൊണ്ട് തന്നെ അതിനകത്ത് നല്ല അളവിൽ പ്രോട്ടീനുണ്ട്. അന്നേരം വളരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈ ചിക്കൻ കട്ട്ലേറ്റ്. അന്നേരം ഞാൻ ഈ ക്യാരറ്റ് കൂടെ ചേർത്തു. ഇതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പ് ഒക്കെ കുറവുണ്ടെങ്കിൽ, എരി കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും, ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊടുത്തുവിടാം. അതുപോലെ ഓഫീസിലോട്ട് പോകുന്നവർക്ക് ലഞ്ചിന് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് നമ്മുടെ ഈ ചിക്കൻ കട്ട്ലേറ്റ്. ഓക്കെ, അന്നേരം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഓക്കെ, ഇനി ഞാനിവിടെ ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു തുള്ളി പാലൂടെ ഒഴിച്ച് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ കിട്ടും. അതുപോലെ തന്നെ ഞാൻ ബ്രെഡ് ക്രംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ മിക്സ് ഉണ്ട്. ഇനി നമ്മൾ കട്ട്ലേറ്റിൻ്റെ പ്രൊസീജിയറിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ലെമൺ സൈസിലുള്ള ഒരു ബോൾ നമ്മൾ കയ്യിലേക്ക് എടുക്കുക. ഇതേപോലെ ഒരു ലെമൺ സൈസിൽ ഒരു ചെറിയൊരു ബോൾസ് പോലെ എടുത്തിട്ട് നമ്മൾ ഒരു കൈയിലേക്ക് അത് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ ഒന്ന് പാറ്റി ഷേപ്പിലാക്കി എടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ പാറ്റി ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങൾ കട്ട്ലേറ്റ് മോൾഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നമ്മൾ മുട്ടയിലൊന്ന് ബീറ്റ് ചെയ്തതിന് മുട്ടയിലേക്ക് ഇട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്യാൻ. ഓക്കെ, ഞാൻ ആദ്യം മുട്ടയിൽ മുക്കിയായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്യുകയാണ്. അതിനുശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇത് പ്രസ് ചെയ്തെടുത്തതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു പാറ്റി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലെമൺ സൈസ് ബോൾ എടുത്തു, കയ്യിൽ വെച്ചൊന്ന് പാറ്റി ഷേപ്പിൽ ആക്കിയെടുത്തു. ഇത് നമ്മൾ മുട്ടയിലേക്കൊന്ന് മുക്കുകയാണ്. ഇത് നമുക്ക് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം. ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് കോട്ട് ചെയ്യാം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വാങ്ങുന്ന ബ്രെഡ് ഒന്ന് മേടിച്ച് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് മിക്സിയിലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയാവും. അത് പ്രത്യേകം വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്യുന്നത് ഓപ്ഷനിലാണ്. അത് ചെയ്തില്ലെങ്കിലും നമുക്ക് ബ്രെഡ് ക്രംസ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് ഒരു മോഡറേറ്റ് ഹീറ്റിൽ വേണം നമ്മൾ എപ്പോഴും കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നേരം തീ വെക്കാൻ വേണ്ടിയിട്ട്, ഫ്ലെയിം വെക്കാൻ വേണ്ടി. അത് കാരണം കട്ട്ലേറ്റ് എളുപ്പം കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മോഡറേറ്റ് ഹീറ്റ് ഫ്ലെയിമിൽ വേണം നമ്മുടെ തീ എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അന്നേരം കട്ട്ലേറ്റ് ഒരു സൈഡ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. വാവ്, നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ റെഡിയാണോ? അന്നേരം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രഞ്ചി ആയിട്ടുള്ള ജ്യൂസി കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ട് ഔട്ട്സൈഡ് നല്ല ക്രഞ്ചിയും അകം നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് നമ്മുടെ കട്ട്ലേറ്റ്. അതായത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുക. അതുപോലെ തന്നെ എണ്ണയൊന്നും നമ്മൾ റീയൂസ് ചെയ്യാതിരിക്കുക. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞ് ആ എണ്ണ മാക്സിമം അല്ലെങ്കിൽ അരിച്ചെടുത്ത് ഒരു പ്രാവശ്യം കൂടെ ഉപയോഗിക്കുക. അതിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, അന്നേരം സബ്സ്ക്രൈബ് ലിൻസീസ് ലിങ്ക്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അന്നേരം കട്ട്ലേറ്റ് നല്ലൊരു സ്പൈസി സോസുമായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്, അല്ലെങ്കിൽ ചീസി ഡിപ്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.